ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് ഇന്നത്തെ വായനയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നവംബർ 22, ഒന്നാമത്തെ വായനാ ഭാഗം നെഹമ്യാവിൻ്റെ പുസ്തകം 10-ാം അധ്യായം. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു നിർത്തിയത് അവർ ഒരു മുദ്രയിടുന്നതിനെ സംബന്ധിച്ചാണ്. എന്തിനാണ് മുദ്രയിടുന്നത്? നിലവിലൊരു ന്യായപ്രമാണമുണ്ട്, ന്യായപ്രമാണ പുസ്തകമുണ്ട്. അത് അവർ കുറേ നാൾ അവർക്ക് മറഞ്ഞിരിക്കുകയായിരുന്നു. ജനത്തിനും ഒക്കെ, പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാരും ഒക്കെ അത് വീണ്ടും വായിച്ച് അതിലെ കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോൾ അവർ ദൈവത്തോട് കൂടുതൽ അടുത്തു വരികയും തങ്ങളുടെ കുഴപ്പങ്ങളെ, കുറവുകളെ മനസ്സിലാക്കുകയും തെറ്റ് തിരുത്താൻ വേണ്ടി ശ്രമിക്കുകയും അവർ പൂർണ്ണമായി ദൈവത്തിന് കീഴടങ്ങുകയും ദൈവത്തിൻ്റെ വഴിയിൽ നടന്നുകൊള്ളാമെന്ന് അവർ വാക്ക് പറയുകയും ചെയ്തു. എന്നിട്ട് അതങ്ങനെ വാക്ക് പറഞ്ഞാൽ മാത്രം പോരാ, അത് രേഖയാക്കി വെക്കണം എന്നും അവർ തീരുമാനിച്ചു. അപ്പോൾ ഈ ദിവസം, ഈ കാലത്ത് ഇതൊക്കെ ഇവർ മനസ്സിലാക്കുകയും അവർ ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിച്ചു കൊള്ളാമെന്ന് തീരുമാനിക്കുകയും ചെയ്യണം. എന്നാൽ അത് വെറും ഒരു തീരുമാനം മാത്രമായിട്ടില്ല, അതൊന്ന് എഴുതി വെക്കുകയാണ്. അപ്പോൾ ന്യായപ്രമാണം ഉണ്ട്, അതനുസരിച്ച് നടന്നാൽ മതി. എന്നാലും ഈ ന്യായപ്രമാണം അനുസരിച്ച് ഞങ്ങൾ ജീവിക്കും, ഞങ്ങൾ മുമ്പോട്ട് പോകും എന്ന് തീരുമാനിച്ചതിൻ്റെ ഒരു ചരിത്രവും കൂടെയാണ് ഈ മുദ്രയിടലിലൂടെ അവർ ചെയ്തു വെക്കുന്നത്. ആ മുദ്രയിൽ നിന്ന് 10-ാമത്തെ അധ്യായം മുദ്രയിട്ടവർ ആരെല്ലാം എന്ന് അവിടെ വായിക്കുന്നുണ്ട്. അതിൽ ഹഗല്യാവിൻ്റെ മകനായ ദേശാധിപതിയായ നെഹമ്യാവ്. നെഹമ്യാവിൻ്റെ പേരതിലുണ്ട്. പിന്നെ സിദക്കിയാവ്, സെരായാവ്, അസരിയാവ്, ഇരമ്യാവ്. ഇത് നമ്മുടെ ഇരമ്യാവ് തന്നെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പം ചിലപ്പം ഇരമ്യാവ് ആ സമയത്ത് പ്രവാസത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടാകാം. അമരിയാവ്, മൽക്കിയാവ്. എന്നാൽ BC 537 ആദ്യത്തെ സംഘം യെരുശലേമിലേക്ക് അല്ലെങ്കിൽ യഹൂദയിലേക്ക് മടങ്ങി വരുന്നത്, ഈ പ്രവാസത്തിലേക്ക് പോയവർ. 586 BC 586 പ്രവാസത്തിലേക്ക് പോകുന്നത്. പക്ഷേ ആദ്യത്തെ സംഘം 537 വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ബൈബിൾ പണ്ഡിതന്മാരുടെ ഒരു അഭിപ്രായം, ഈ മടങ്ങി വരുന്നതിന് മുമ്പ് തന്നെ ആമോസ് പ്രവാചകൻ മരിച്ചിരുന്നു എന്നുള്ളതാണ്. ഇരമ്യാ പ്രവാചകൻ മരിച്ചിരുന്നുള്ളൂ. അപ്പം ഇവിടെ ഒരു ഇരമ്യാ പ്രവാചകൻ്റെ പേര് വായിക്കുന്നുണ്ടെങ്കിലും അത് ആ ഇരമ്യാവ് ആയിരിക്കാം എന്ന് പറയുമ്പോഴും അത് ആ ഇരമ്യാവ് ആയിരിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ബൈബിൾ പണ്ഡിതന്മാരുടെ കാര്യം. അതിനു മുമ്പ് തന്നെ ഇരമ്യാ പ്രവാചകൻ മരിച്ചിരുന്നുള്ളതാണ്. പിന്നെ പശൂർ, അമരിയാവ്, മൽക്കിയാവ്, ഹത്തൂഷ്, ശബന്യാവ്, അങ്ങനെ കുറേ ആൾക്കാരുടെ പേർ. ഇവർ പുരോഹിതന്മാർ. പിന്നെ ലേവ്യരുടെ ഒരു സംഘം. പിന്നെ ജനത്തിൻ്റെ തലവന്മാരായിട്ടുള്ള പരോഷ്, ബഹത്ത്, അങ്ങനെ കുറച്ച് ആൾക്കാർ. പിന്നെ അങ്ങനെ പിന്നെ പുരോഹിതന്മാരും ലേവ്യരും വാതിൽ കാവൽക്കാരും സംഗീതക്കാരും ദേവാലയദാസന്മാരും ദേശത്തെ ജാതികളോട് വേർപെട്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിലേക്ക് തിരിഞ്ഞു വന്നവരൊക്കെയും അവരുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരുമായി പരിജ്ഞാനവും തിരിച്ചറിവുമുള്ള ഏവരും ശ്രേഷ്ഠന്മാരായ തങ്ങളുടെ സഹോദരന്മാരോട് ചേർന്ന് ദൈവത്തിൻ്റെ ദാസനായ മോശെ മുഖാന്തരം നൽകപ്പെട്ട ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുമെന്നും തങ്ങളുടെ കർത്താവായ യഹോവയുടെ സകല കൽപ്പനകളും വിധികളും ചട്ടങ്ങളും പ്രമാണിച്ച് ആചരിക്കുമെന്നും ഞങ്ങളുടെ പുത്രിമാരെ ദേശത്തെ ജാതികൾക്ക് കൊടുക്കുകയോ ഞങ്ങളുടെ പുത്രന്മാർക്ക് അവരുടെ പുത്രിമാരെ എടുക്കുകയോ ചെയ്യുകയില്ലെന്നും ദേശത്തെ ജാതികൾ ശബത്ത് നാളിലോ ചരക്ക് നാളിൽ ചരക്കോ യാതൊരു ഭക്ഷണ സാധനമോ വിൽക്കാൻ കൊണ്ടുവന്നാൽ ഞങ്ങളത് ശബത്ത് നാളിലും വിശുദ്ധ ദിവസത്തിലും അവരോടും വാങ്ങിക്കുകയില്ല എന്നും 7-ാം ആണ്ടിനെ വിമോചന സംവത്സരമായും എല്ലാ കടവും ഇളച്ചു കൊടുക്കുന്നതായും പ്രമാണിക്കുമെന്നും. അപ്പോൾ ഇതൊക്കെ ബൈബിൾ അല്ലെങ്കിൽ ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ള കാര്യങ്ങളാണ്. ലേവ്യ, സംഖ്യ, ആവർത്തനം, പുതിയ തുടങ്ങിയ പുസ്തകങ്ങൾ, പുറപ്പാട് പുസ്തകങ്ങൾ തൊട്ടിങ്ങോട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ അവരുടെ മുമ്പിൽ ആ പുസ്തകമുണ്ട്. പക്ഷേ എന്നാലും അവരത് ഇതൊക്കെ ഞങ്ങൾ ചെയ്യും, ഇന്ന കൽപ്പനകൾ ഞങ്ങൾ ചെയ്യും എന്നൊക്കെയും എഴുതി ഒപ്പിടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ പാപയാഗങ്ങൾക്ക് ഞങ്ങൾ ദൈവത്തിൻ്റെ ആലയത്തിൽ എല്ലാ വേലയ്ക്കും വേണ്ടി ആണ്ടുതോറും ശേക്കൽ 3-1 കൊടുക്കാമെന്നും ഞങ്ങളൊരു ചട്ടം എഴുതി അതും വയ്ക്കുകയാണ്. പിന്നെ ദൈവത്തിൻ്റെ ആലയത്തിൽ വിറക് വഴിപാട് കൊണ്ടുവരേണ്ടത് ഞങ്ങൾ പുരോഹിതന്മാരോടും ലേവ്യരോടും ജനമായിട്ട് ചീട്ടിട്ടു. ആദ്യ വിളവ്, ആദ്യ ഫലം, കടിഞ്ഞൂലുകളെ വേർതിരിക്കുന്നത് എല്ലാം. അതുപോലെ തന്നെ കൃഷിയുടെ ദശാംശം ലേവ്യർക്ക് കൊടുക്കുന്നത്, ലേവ്യർ ദശാംശം വാക്കുമ്പോൾ അഹരോന്യരായ പുരോഹിതൻ ലേവ്യരോടുകൂടി ഉണ്ടായിരിക്കണമെന്നുള്ളതും, ദശാംശത്തിൻ്റെ ദശാംശം ലേവ്യർ നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഭണ്ഡാരഗൃഹത്തിൻ്റെ അറകൾക്കും. അപ്പം ജനം ദശാംശം കൊടുക്കുന്ന ലേവ്യർക്കാണ്. അവർക്ക് ലഭിക്കുന്ന സമ്പത്തിൻ്റെ അല്ലെങ്കിൽ പണത്തിൻ്റെ ദശാംശം അവർ ആലയത്തിൻ്റെ ഭണ്ഡാരത്തിൻ്റെ അറകളിൽ കൊണ്ടു ചെല്ലണം. അങ്ങനെ വിശുദ്ധ മന്ദിരത്തിൻ്റെ ഉപകരണങ്ങളും അതിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാരും വാതിൽ കാവൽക്കാരും സംഗീതക്കാരും ഇരിക്കുന്ന അറകളിലേക്കും ഇസ്രായേൽ മക്കൾക്കും ലേവ്യരും മക്കളും ലേവ്യരും ധാന്യം, വീഞ്ഞ, എണ്ണ എന്നിവയുടെ ഉദർച്ചർപ്പണം കൊണ്ടുചെല്ലണം.
ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം ഞങ്ങൾ കൈവിടുകയില്ല, ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ കൈവിടുകയില്ല, ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം കൈവിടുകയില്ല എന്നൊക്കെ അവർ എഴുതി മുദ്രയിട്ട് വെക്കുന്ന ഒരു പ്രവൃത്തിയുടെ വിവരണമാണ് നമ്മൾ ഈ 10-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ഇത് നമുക്കൊരു ആശ്വാസം തരുന്നത്, ഈ പഴയ കാലങ്ങളിൽ രാജാക്കന്മാരുടെ കാലത്തും ന്യായാധിപന്മാരുടെ കാലത്തും യോശുവയുടെ കാലത്തും മോശയുടെ കാലത്തും ഒക്കെ നമ്മൾ അറിയുന്നത് ഇവർ അന്യദൈവങ്ങളുടെ പുറകെ പോയെന്ന്, അത് കൂടി വരുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പ്രവാസകാലത്ത് പോയിട്ട് വന്നിട്ട് പ്രവാസത്തിന് ശേഷം ഇവർ ഈ തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ഇവിടെ നമുക്ക് ഒരിടത്തും ഇവർ അന്യദൈവങ്ങളുടെ പുറകെ പോയതിനെ സംബന്ധിച്ച് രേഖകളേ ഇല്ല, അല്ലെങ്കിൽ വായിക്കാനേ ഇല്ല. അവർ പിന്നെ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ കാലത്തും അവർ അന്യദൈവങ്ങളുടെ പുറകെ പോയിട്ട് നമുക്കില്ല. പക്ഷേ അവർ ന്യായപ്രമാണത്തിൽ തന്നെ ദൈവം പറയാത്ത ചില കാര്യങ്ങളെയും കൂടെയൊക്കെ ചേർത്ത് കൂടുതൽ നിയമം കഠിനമാക്കുന്നതും മാനുഷ്യ നിയമങ്ങളെ പുതിയ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത് എന്ന് പറയുന്ന മാനുഷിക കൽപ്പനകളിലേക്ക് ആയിപ്പോയി എന്നുള്ള കുറ്റം അവരുടെ മേൽ വരുന്നുണ്ട്. ആദ്യത്തെ കുറ്റം എന്ന് പറഞ്ഞാൽ ദൈവത്തെ വിട്ട് അന്യദൈവങ്ങളുടെ പുറകെ പോകുന്നതായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് യേശുക്രിസ്തു പറയുന്ന കുറ്റം എന്ന് പറയുന്നത് ഇവർ മാനുഷിക കൽപ്പനകൾ ഈ കൽപ്പനകളോട് ചേർത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും തെറ്റ് തന്നെയാണ്. ദൈവം എന്താ പറയുന്നത്? നിന്റെ ദൈവത്തിൻ്റെ കൽപ്പന ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്, അതിനോടൊന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് എന്ന് പറയുന്നിടത്ത് ഇവർ പുതിയ കൽപ്പനകൾ എഴുതി ചേർത്ത് അത് അവരുടെ യഹൂദന്മാരുടെ ഒരു നിയമമാക്കി ജനത്തിനെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്കും കഷ്ടത്തിലേക്കും. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഇതൊന്നും തൊടുന്നുമില്ല, നിങ്ങളിതൊന്നും അനുഷ്ഠിക്കുന്നില്ല, നിങ്ങളിതൊന്നും ഈ കൽപ്പനകളൊന്നും അനുസരിക്കുന്നില്ല, പക്ഷേ ജനത്തെ ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിർബന്ധം പിടിക്കുന്നുവെന്നും അവിടെ യേശുക്രിസ്തു കുറ്റം പറയുന്നത് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞു വന്നത് ഈ ഒരു തീരുമാനം അവരത് പാലിക്കാൻ വളരെ നിഷ്കർഷയോടെ പിന്നീടുള്ള കാലത്ത് ശ്രമിച്ചു എന്നുള്ളതാണ് നമുക്ക് ആശ്വാസം വരുന്ന വലിയൊരു കാര്യം. രണ്ടാമത്തെ വായനാഭാഗം ആമോസ് പ്രവചനം 2-ാമത്തെ അധ്യായം. നമ്മൾ കഴിഞ്ഞ ദിവസം വായിക്കുന്ന ശിക്ഷാവിധിയുടെ തുടർച്ച തന്നെയാണ് നമ്മളിവിടെയും വായിക്കുന്നത്. ഇവിടെ മോവാബിൽ ഞാനൊരു തീ അയക്കും, മോവാബിലൊരു തീ അയക്കും, അതുപോലെ തന്നെ ഞാൻ യഹൂദയിലൊരു തീ അയക്കും, അവർ എൻ്റെ വ്യാജമൂർത്തികൾ അവരെ തെറ്റി നടക്കുമാറാക്കുകയും ചെയ്തിരിക്കാൻ തന്നെ എന്നും പറയുന്നുണ്ട്. ഞാൻ ശിക്ഷ മടക്കിക്കളയില്ല. യഹൂദയിൽ ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. വീണ്ടും പറയുന്നത് ഇസ്രായേലിൻ്റെ 3-4 അകൃത്യം നിമിത്തം. അതെന്താണ് അകൃത്യം എന്ന് പറയുന്നത്? അവിടെ എഴുതുന്നത്, അവർ നീതിമാനെ പണത്തിന് വിറ്റു, ദരിദ്രനെ ഒരു കൂട്ട് ചെരുപ്പിന് വിറ്റു, അതുകൊണ്ട് ഞാൻ അവരുടെ ശിക്ഷ മടക്കിക്കളയില്ല. അവർ എളിയവരുടെ തലയിൽ മൺപൊടി കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, സാധുക്കളുടെ വഴി മറിച്ച് കളയുന്നുണ്ട്, എൻ്റെ വിശുദ്ധമാക്കാൻ നാമത്തെ അശുദ്ധമാക്കുന്നുണ്ട്. ആ അശുദ്ധമാക്കുന്നത് ഒരു പുരുഷൻ അവനും അവൻ്റെ അപ്പനും ഒരേ സ്ത്രീയുടെ അടുത്ത് തന്നെ ചെല്ലുന്നു. എന്നിട്ട് അവർ ഏത് ബലിപീഠത്തിനരികത്തും പണയം വാങ്ങിയ വസ്ത്രം വിരിച്ച് കിടന്നുറങ്ങുന്നു. പിഴ അടച്ചവരുടെ വീഞ്ഞ് തങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ വെച്ച് കുടിക്കുന്നു. ഇതൊക്കെയാണ് അവരെ സംബന്ധിച്ച് പറയുന്നത്. പിന്നെ പറയുന്ന അമോര്യനെ അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു. അവൻ്റെ ഉയരം ദേവദാരുക്കളുടെ ഉയരം പോലെ ആയിരുന്നു, അവൻ കരുതങ്ങൾ പോലെ ശക്തിമാനായിരുന്നു. എങ്കിലും ഞാൻ മീതെ അവൻ്റെ ഫലവും താഴെ അവൻ്റെ പേരും നശിപ്പിച്ചു കളഞ്ഞു. ഞാൻ മിസ്രയീം ദേശത്ത് നിന്ന് നിങ്ങളെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നു. ഇസ്രായേലിനെ പറയാണ്, അമോര്യൻ്റെ ദേശത്തെ കൈവശമാക്കാൻ നിങ്ങളെ 40 സംവത്സരം മരുഭൂമിയിൽ കൂടി നടത്തി. എന്നിട്ട് നിങ്ങളുടെ പുത്രന്മാരിൽ ചിലരെ ഞാൻ പ്രവാചകന്മാരെയും നിങ്ങളുടെ യൗവനക്കാരിൽ ചിലരെ വ്രതസ്ഥന്മാരെയും എഴുന്നേൽപ്പിച്ചു. അപ്പോൾ അവരൊക്കെ നിങ്ങളോട് സംസാരിച്ചു, അല്ലയോ ഇസ്രായേൽ മക്കളെ എന്ന യഹോവയുടെ അരുളപ്പാട്, അങ്ങനെ തന്നെ അല്ലേ എന്ന്. എന്നാൽ നിങ്ങൾ വ്രതസ്ഥന്മാർക്ക് വീഞ്ഞു കുടിപ്പാൻ കൊടുത്തു, പ്രവാചകന്മാരോട് പ്രവചിക്കരുതെന്ന് കൽപ്പിച്ചു. അപ്പം വിശുദ്ധനായിരിക്കേണ്ട വ്രതസ്ഥനെ, നാസീറായിരിക്കേണ്ട വ്രതസ്ഥനെ വീഞ്ഞു കുടിച്ച് നാസീർ അല്ലാതാക്കി, അല്ലെങ്കിൽ അശുദ്ധനാക്കി. പ്രവാചകന്മാരോട് കൽപ്പിച്ചു, പ്രവചിക്കരുത്, പ്രവചിച്ചതിനെ കൊന്നുകളയും എന്ന് നമുക്കറിയാമല്ലോ അത്തരം സംഭവങ്ങളൊക്കെ. അപ്പം അതുകൊണ്ട് ആരൊക്കെ എത്ര വലിയ പ്രബലനായിരുന്നാലും, എത്ര പ്രബലനായ രാജാവായാലും, എത്ര സമൃദ്ധിയും പ്രാബല്യമുള്ള ദേശമായാലും, കുതിരകളുണ്ടെങ്കിലും പടയാളികളുണ്ടെങ്കിലും സമൃദ്ധി ഉണ്ടെങ്കിലും ഒന്നിനെക്കുറിച്ചും പേടിക്കണ്ടെങ്കിലും മതിലുകളുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ദൈവത്തിൻ്റെ കോപത്തിൻ്റെ മുമ്പിൽ ഒരാരും നിൽക്കുകയില്ല എന്ന് തന്നെയാണ് ഈ അധ്യായം നമ്മളോട് വിളിച്ചു പറയുന്നത്. 3-ാമത്തെ വായനാഭാഗം തിമോത്തിയോസിന് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ
ലേഖനത്തിൻ്റെ 4, 5 അധ്യായങ്ങൾ. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഒരു ശുശ്രൂഷകന് അല്ലെങ്കിൽ മൂപ്പന് അല്ലെങ്കിൽ ഒരു പാസ്റ്ററൽ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്ക്, ഒരു സഭാ നേതൃത്വത്തിന് അവർ എങ്ങനെയാണ് സഭ നയിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഉപദേശങ്ങളാണ്. ഇവിടെ 4-ാം അധ്യായത്തിൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് പോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അവർ ഭാവിയിൽ സ്വന്തം മനസ്സാക്ഷിയിൽ ചൂടുറച്ചവരായി വിവാഹം വിലക്കും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ആഹാരത്തെയൊക്കെയും വർജിക്കണമെന്ന് പറയും. ഇന്ന ആഹാരം കഴിക്കരുത്, ഇന്ന കല്യാണം കഴിക്കരുത് എന്നൊക്കെയുള്ളത് പറയും. എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം നല്ലത്. സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല. ദൈവവചനത്താലും പ്രാർത്ഥനയാലും അതെല്ലാം വിശദീകരിക്കപ്പെടുന്നുവെന്നാണ് പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന്. അപ്പോൾ തിമോഥെയോസിന് മുമ്പിൽ ഇത്തരം വിഷയങ്ങൾ വരും, നേതൃത്വത്തിന് ഇത്തരം വിഷയങ്ങൾ വരും, മൂപ്പന്മാർക്ക് വിഷയങ്ങൾ മുമ്പിൽ വരും ഒരു സഭയ്ക്കകത്ത്. അതിനെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് ദൈവികമായ അരുളപ്പാട് ആത്മാവിൽ ലഭിച്ച ഉപദേശമാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യണം. ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളത് തന്നെ, പക്ഷെ ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവൻ്റെയും വരുവാനിരിക്കുന്നതിന് വാഗ്ദത്തമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. ഇത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം, അതുതന്നെ നീ അവരെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ താഴോട്ട് കാണുന്നത്, നിനക്ക് നിൻ്റെ യൗവനമാണ്, നീ യൗവനം തുച്ഛീകരിക്കരുത്, സൂക്ഷിക്കണം എന്നുള്ളതാണ്. വായന, പ്രബോധന, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കണം. നിലവിലൊരു കൃപാവരം ദൈവം തന്നിട്ടുണ്ട്, നിനക്കൊരു കൃപാവരമുണ്ട്. ആ കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിൻ്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് അത് കരുതിക്കൊള്ളണം. ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക, നിന്നെ തന്നെ ഉപദേശം സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിൻ്റെ പ്രസംഗം കേൾക്കുന്നവരെ രക്ഷിക്കും. അപ്പം നീ രക്ഷിക്കപ്പെടാനിടയാകും, നിന്നെ പ്രസംഗം കേൾക്കുന്നവരും രക്ഷിക്കപ്പെടാനിടയാകും. അതുകൊണ്ട് നീ അതിൽ തന്നെ ഇരിക്കണം, അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറരുത് എന്നുള്ളതാണ്. പിന്നെ ചില കാര്യങ്ങൾ, മൂത്തവനെ ഭർഷിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും. അപ്പം മൂത്തവനും ഇളയവരും ഒക്കെ നിൻ്റെ സഭയിലുണ്ട്. അതിൽ മൂത്തവനെ ഭർഷിക്കരുത്, അത് അപ്പനെ പോലെ കാണണം. ഇളയവരെ സഹോദരന്മാരെ പോലെ കാണണം. മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെ കാണണം. ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെ പ്രബോധിപ്പിക്കണം. ഇനി അവിടെ സാക്ഷാൽ വിധവന്മാർ കാണും, ആ വിധവന്മാരെ മാനിക്കണം. വിധവയ്ക്ക് പുത്രന്മാരുണ്ടെങ്കിൽ അവരെ അമ്മയപ്പന്മാർക്ക് പ്രതികാരം ചെയ്യാൻ പഠിപ്പിക്കണം, അല്ലെങ്കിൽ അതിനെ ഉപദേശിക്കണം. എന്നാൽ സാക്ഷാൽ വിധവയും ഏകാഗിയുമായി ദൈവത്തിൽ ആശ്രയിച്ച് രാപ്പകൽ യാചനയിലും പ്രാർത്ഥന ഉറ്റുപാർക്കുന്നു. അതാണ് സാക്ഷാൽ വിധവ ചെയ്യുന്നത്. അവൾ രാപ്പകൽ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയിലും ഉറ്റുപാർക്കുന്നവളായിരിക്കും യഥാർത്ഥ വിധവ. പിന്നൊരു കാര്യം പറയുന്നത്, തനിക്കുള്ളവർക്കും പ്രത്യേക സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. ഇപ്പോൾ ഒരു കുടുംബം ഉണ്ടായിരിക്കും, ആ കുടുംബത്ത് ഉള്ളവർക്ക് വേണ്ടി കരുതാത്തവർ, അധ്വാനിച്ച് അവർക്ക് ആഹാരവും മറ്റു കാര്യങ്ങളും ഒക്കെയും കൊടുക്കാത്തവൻ അധവനായി പോവും. വിശ്വാസം തള്ളിക്കളഞ്ഞവരെ അപ്പോൾ അവിശ്വാസിയേക്കാൾ അധവനായി തീരുമെന്നാണ്. അപ്പം വിധവമാരെ കരുതുന്നതിനെക്കുറിച്ചും അവിടെ ഉപദേശം കൊടുക്കുന്നുണ്ട്. വിധവമാരെ കരുതണം. പിന്നെ നന്നായി ഭരിക്കുന്ന മൂപ്പന്മാർ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണണം. മരിക്കുന്ന കാളയ്ക്ക് മുഖക്കെട്ട് കെട്ടരുതെന്ന് തിരുവെഴുത്ത് പറയുന്നു. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനെന്നും ഉണ്ടല്ലോ. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ നേരത്തെ പറഞ്ഞൊരു ഉപദേശം അറിയാമല്ലോ, അവനവൻ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് കഴിക്കുന്നതാണ് നല്ലത്, ഒരുത്തൻ്റെയും ആശ്രയിക്കാൻ പോകരുതെന്നുള്ള. ഞാനത് ചെയ്തിട്ടില്ല, അത് ഞാൻ ചെയ്യാതിരിക്കുന്നത് ആ കാര്യത്തെ സംബന്ധിച്ചുള്ള ഉപദേശവും അവിടെ പറയുന്നുണ്ട്. വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ മരിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് പറയുന്ന പോലെ അവർ ഈ അധ്വാനിക്കിൽ നിന്ന് അവർക്ക് ഭക്ഷിക്കാം. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യൻ, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം എന്ന് തന്നെ അവിടെ പറയുന്നുണ്ട്. പിന്നെ നീ പക്ഷമായി ഒന്നും ചെയ്യരുത്.
ദൈവത്തെയും ക്രിസ്തുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട്. മൂന്ന് പേരുണ്ട്. 3 പേരെന്ന് പറയുന്നത് 3 ദൈവികമായ കാര്യത്തിൽ 3 പേർ. ഒന്ന് ദൈവമുണ്ട്, ദൂതന്മാരുണ്ട്, അതുപോലെ ദൈവത്തിൻ്റെ ക്രിസ്തുവുണ്ട്. അപ്പം ഈ 3 പേരും, അതായത് ദൈവം, യേശുക്രിസ്തു, അതുപോലെ ദൂതന്മാർ, ഇവർ 3 പേരെയും സാക്ഷിയാക്കിയിട്ടാണ് ഞാൻ ഈ ഉപദേശം നിന്നോട് പറയുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇനിയൊരു അധ്യായം കൂടാണ് നമ്മുടെ മുമ്പിലുള്ളത്, തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ. അപ്പോൾ 4ഉം 5ഉം അധ്യായങ്ങളിലും ഒരു മൂപ്പൻ്റെ അല്ലെങ്കിൽ ഒരു സഭാ ശുശ്രൂഷകൻ്റെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് ഇവിടെ പറയുന്നു വ്യക്തമായി തന്നെ. അത് അവർ തമ്മിലുള്ള സ്നേഹബന്ധവും അവർ തമ്മിൽ അറിയാവുന്നതുമായ 2 വ്യക്തികളാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. തിമോഥെയോസും പൗലോസ് അപ്പോസ്തലനും ഒരേ വേലയിലായിരുന്ന ആൾക്കാരാണ്. അവർ തമ്മിൽ അത്രയും ഹൃദയബന്ധവുമുണ്ട്. അപ്പം ആ കാര്യത്തെ സംബന്ധിച്ചൊക്കെ അവർ അങ്ങനത്തെ ആളിനോട് തന്നെയാണ് നിർബന്ധപൂർവം അല്ലെങ്കിൽ കർശനമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ വായനയിൽ, 3-ാമത്തെ വായനയിൽ ഇടയ്ക്ക് റെക്കോർഡിങ്ങിൽ എന്തോ ചില പ്രശ്നം വന്നു തോന്നുന്നു. അപ്പോൾ അതിടയ്ക്ക് ഒന്ന് പോസാവുകയോ എന്തോ ചെയ്തിട്ടുണ്ട്. അത് എവിടെ വെച്ചാണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാൻ നിവൃത്തിയില്ല. അല്ലെങ്കിൽ മുഴുവനും കേട്ടിട്ട് മുഴുവൻ റെക്കോർഡ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്ന് വിചാരിക്കുന്നു. ആ വിഷയത്തിന്മേൽ ക്ഷമിക്കണം. അത് ടെക്നോളജിക്കലി വന്ന ഒരു എററാണെന്ന് തോന്നുന്നു. അത് പക്ഷേ അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് കേട്ട് നോക്കിയാലേ ഒക്കെയുള്ളൂ. തൽക്കാലം ഇതിൽ വന്ന ചെറിയ പാകപ്പിഴകളുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം എന്നപേക്ഷിക്കുന്നു. 3-ാമത്തെ വായന ഭാഗം കൂടെ ഇവിടെ സമാപിക്കുകയാണ്. നാളെ പുതിയ വായനകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദിയോടെ ദൈവത്തെയും ഈ കേട്ടിരുന്ന താങ്കളെയും സ്മരിക്കുന്നു. നന്ദി.